അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ലെൻസുമായി ബന്ധപ്പെട്ട ചില ഡെഫിനിഷൻസ്, ചില ടേംസ്, അതെല്ലാം ഇപ്പോഴും നമുക്ക് ആവശ്യമായിട്ട് വരുന്നതാണ്. കോൺവെക്സ് ലെൻസ് ഉണ്ട്, കോൺകേവ് ലെൻസ് ഉണ്ട്. ഈ രണ്ട് തരം ലെൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ചില ടേംസ്, സം ഡെഫിനിഷൻസ് റിലേറ്റഡ് ടു ലെൻസ്, ലെൻസുമായി ബന്ധപ്പെട്ട ചില ഡെഫിനിഷൻസ്, ചില അതുമായി ബന്ധപ്പെട്ട ടേംസ് ആണ് നമുക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ ഒപ്റ്റിക്കൽ സെൻറ്റർ. ഒപ്റ്റിക്കൽ സെൻറ്റർ എന്താണെന്ന് ഇത് ഞാൻ കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും വരച്ചിട്ടുണ്ട്, ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് വഴിയെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിൽ മാർക്ക് ചെയ്ത് പോകും. ഒപ്റ്റിക്കൽ സെൻറ്റർ രണ്ട് തരത്തിൽ നമുക്കതിനെ പറയാം. സെൻറ്റർ ഓഫ് ലെൻസ് ഈസ് കോൾഡ് ഒപ്റ്റിക്കൽ സെൻറ്റർ ഓ. Center of lens is called optical center O, or midpoint of lens is called optical center. Midpoint of lens is called optical center. അല്ലെങ്കിൽ നമുക്ക് പറയാം when a light ray is incident, when a light ray is incident on this point, optical centerലേക്ക് വന്നു കഴിഞ്ഞാൽ they passes through optical center without any deviation. ആ പോയിന്റ്, ഒരേ ഒരു പോയിന്റേ ഉള്ളൂ അത്തരത്തിലുള്ളത്. ഒരു പോയിന്റിലേക്ക് ലൈറ്റ് റേ വന്നു, ആ പോയിന്റിൽ there is no deflection, there is no refraction, light ray passes സെയിം പാത്തിൽ, സെയിം സ്ട്രെയിറ്റ് ലൈൻ പാത്തിൽ തന്നെ പോവുക. such point is optical center. ഇവിടെയാണെങ്കിലും അത് തന്നെ. the light ray incident on a point, a light ray incident on a point, it passes through that point without any deviation. That point is known as optical center. നമുക്ക് രണ്ട് രീതിയിൽ പറയാമെന്ന് പറഞ്ഞു. ഒന്ന് ലെൻസിൻ്റെ മിഡ് പോയിൻ്റ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ പോയിന്റിൽ ലൈറ്റ് റേ ഇൻസിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ വിത്തൗട്ട് ഡീവിയേഷൻ പാസ് ചെയ്യും എന്ന് പറയാം. ഏത് ലെൻസ് ആയിക്കോട്ടെ, ഈ പർട്ടിക്കുലർ പോയിന്റിലേക്ക് ഒരു ലൈറ്റ് റേ ഇൻസിഡൻറ്റ് ചെയ്താൽ പാസസ് അൺഡീവിയേറ്റഡ്. ദാറ്റ് പോയിന്റ് ഈസ് നോൺ ആസ് ഒപ്റ്റിക്കൽ സെൻറ്റർ. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ O. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞു. സെക്കൻഡ് പോയിന്റ് സെൻറ്റർ ഓഫ് കർവേച്ചർ. സെൻറ്റർ ഓഫ് കർവേച്ചർ ഓഫ് എ ലെൻസ് നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ ഓഫ് എ ലെൻസ്. ഒരു ലെൻസ് എന്ന് പറയുന്നത് എന്തിൻ്റെ ഭാഗമാണ്? സ്ഫിയറിൻ്റെ ഭാഗമാണ് എന്ന് നമുക്കറിയാം. ലെൻസ് ഇപ്പം ഞാൻ വരച്ചിരിക്കുന്നത് ഡബിൾ കോൺവെക്സും ഡബിൾ കോൺകേവും ആണ് ഞാൻ വരച്ചിരിക്കുന്നത്. സോ ഡബിൾ എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പറയാം അതിന് രണ്ട് സ്ഫെറിക്കൽ സർഫസ് ഉണ്ട്. ഈ ലെൻസിനായിക്കോട്ടെ ഈ ലെൻസിനായിക്കോട്ടെ രണ്ട് സ്ഫെറിക്കൽ സർഫസ് ഉണ്ട്. സോ ലെൻസ് ഈസ് എ പാർട്ട് ഓഫ് സ്ഫെറിക്കൽ സർഫസ് എന്ന് നമുക്ക് അനുമാനിക്കാം. ലെൻസ് ഈസ് എ പാർട്ട് ഓഫ് സ്ഫെറിക്കൽ സർഫസ്. സോ ആ സ്ഫിയറിന് ലെൻസ് എന്തിൻ്റെ ഭാഗമാണ്? സ്ഫിയറിൻ്റെ ഭാഗമാണ്. മേ ബി ഇമാജിനറി ആയിരിക്കാം, ശരിക്കും അവിടെ ഉണ്ടാവണമെന്നില്ല, ഇവിടെ സ്ഫിയർ ഇല്ല, നമുക്ക് ഇമാജിൻ ചെയ്യാം. പക്ഷേ അല്ല, ഇതിങ്ങനെ വെച്ചുകൊണ്ട് ഇതൊരു സ്ഫിയറിൻ്റെ ഭാഗമാണ് എന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാം. ആ ഇമാജിനറി ആയിട്ടുള്ള സ്ഫിയറിൻ്റെ സെൻറ്ററിനെ പറയുന്ന പേരാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ. സോ this one is the first surface. What type of surface? Refracting surface. This one is the second type of refracting surface. So രണ്ട് തരത്തിലുള്ള റിഫ്രാക്റ്റിംഗ് സർഫസ് ഉണ്ട്. സോ ഇത് എന്തിൻ്റെ ഭാഗമാണ്? ഒരു സ്ഫിയറിൻ്റെ ഭാഗമാണ്. സെക്കൻഡ് വൺ ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് എ സ്ഫിയർ. സോ ആ സ്ഫിയറുകൾക്ക് ഒരു സെൻറ്റർ ഉണ്ട്. ആ സെൻറ്ററിനെ പറയുന്ന പേരാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ. For a lens, for a double convex lens or double concave lens, there are two center of curvatures with respect to two surfaces. ഇവിടെ രണ്ട് സ്ഫെറിക്കൽ സർഫസ് ഉള്ളതുകൊണ്ട് ഒരെണ്ണം ദാ ഇവിടെയും ഒരെണ്ണം ദാ ഇവിടെയുമായിട്ട് രണ്ട് സെൻറ്റർ ഓഫ് കർവേച്ചർ ഉണ്ടാവും. ഇതിനെ സംബന്ധിച്ചും C1 എന്നും C2 എന്നും പറഞ്ഞുകൊണ്ട്
രണ്ട് സെൻറ്റർ ഓഫ് കർവേച്ചർ ആരെ സംബന്ധിച്ചിട്ടുണ്ട്? രണ്ട് ഡബിൾ കോൺവെക്സ് ഡബിൾ കോൺകേവ് ലെൻസിനെ സംബന്ധിച്ചിട്ടുണ്ട്. സോ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് ഇമാജിനറി സ്ഫിയർ ഓർ സ്ഫിയേഴ്സ് ഇൻ വിച്ച് ലെൻസ് ഈസ് എ പാർട്ട്. ലെൻസ് ഏത് സ്ഫിയറിൻ്റെ ഭാഗമായിട്ട് വരുന്നുവോ ആ സ്ഫിയറിൻ്റെ സെൻറ്ററിനെ പറയുന്ന പേരാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ. സോ റേഡിയൈ ഓഫ് കർവേച്ചർ എന്താ? ആ സ്ഫിയറിൻ്റെ ലെൻസ് ഏത് സ്ഫിയറിൻ്റെ ഭാഗമായിട്ടാണോ വരുന്നത്, ഏത് സ്ഫിയറിൻ്റെ ഭാഗമാണെന്നാണോ നമ്മൾ ഇമാജിൻ ചെയ്യുന്നത്, ആ സ്ഫിയറിൻ്റെ റേഡിയസിനെ പറയുന്ന പേരാണ് ആർ എന്ന് നമ്മൾ സൂചിപ്പിക്കുന്ന, ക്യാപിറ്റൽ ലെറ്റർ ആർ എന്ന് നമ്മൾ സൂചിപ്പിക്കുന്ന റേഡിയൈ ഓഫ് കർവേച്ചർ. അതും രണ്ടെണ്ണം ഉണ്ട്. ഫസ്റ്റ് സ്പെറിക്കൽ സർഫസിനെ ബേസ് ചെയ്തിട്ട് ഒരു റേഡിയസ്, സെക്കൻഡ് സ്പെറിക്കൽ സർഫസിനെ ബേസ് ചെയ്തിട്ട് സെക്കൻഡ് റേഡിയസ്. സോ ദീസ് ടൈപ്പ് ഓഫ് ഡബിൾ കോൺവെക്സ് ഓർ കോൺകേവ് ലെൻസസ്, ദർ ആർ ടു ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ടു ഡിഫറെൻറ്റ് റേഡിയൈ ഓഫ് കർവേച്ചർ ഈസ് ദർ. അത് മേ ഓർ മേ നോട്ട് ബി ഈക്വൽ. വേണമെങ്കിൽ ഈക്വൽ ആവണമെന്ന് നിർബന്ധമില്ല. മേ ഓർ മേ നോട്ട് ബി ഈക്വൽ. അതാണ് മൂന്നാമത്തെ ടേം. നാലാമത്തെ ടേം പ്രിൻസിപ്പൽ ആക്സിസ്. ഈ രണ്ട് സെൻറ്റർ ഓഫ് കർവേച്ചറിനെയും കണക്ട് ചെയ്യുന്ന ഒരു സ്ട്രൈറ്റ് ലൈനിനെ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഈ രണ്ട് സെൻറ്റർ ഓഫ് കർവേച്ചറിനെയും കൂടി കണക്ട് ചെയ്യുന്ന ഒരു ലൈൻ. ശ്രദ്ധിക്കുക, ആ ലൈൻ ഒപ്റ്റിക് സെൻറ്ററിലൂടെ, ആ ലൈൻ ഏതിൽ കൂടെ കടന്നു പോകും? ഒപ്റ്റിക് സെൻറ്ററിലൂടെ കടന്നു പോകും എന്നും കൂടി ശ്രദ്ധിക്കുക. സോ നമുക്ക് ഇങ്ങനെ പറയാം, എ ലൈൻ കണക്റ്റിംഗ് two center of curvatures and passing through optic center is known as principal axis. രണ്ട് സെൻറ്റർ ഓഫ് കർവേച്ചറുകളിലൂടെയും മാത്രമല്ല ഇതിലൂടെയും ഒരു ഒപ്റ്റിക് സെൻറ്ററിലൂടെയും കടന്നു പോകുന്ന ഒരു ലൈനിനെ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ, ദെൻ പ്രിൻസിപ്പൽ ഫോക്കസ്. പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഇഫ് ദ ലൈറ്റ് റേസ് ആർ കമ്മിങ് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് ലൈറ്റ് റേസ് വന്നാൽ ആഫ്റ്റർ റിഫ്രാക്ഷൻ ഇറ്റ് മീറ്റ് എ കോമൺ പോയിന്റ് ഫോർ കോൺവെക്സ് ലെൻസ്. ഒരു കോമൺ പോയിന്റിലേക്ക് മീറ്റ് ചെയ്യുന്നു. ആ കോമൺ പോയിന്റിനെ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ഫോക്കസ്. സി, ലൈറ്റ് റേസ് ആർ കമ്മിങ് ലൈക്ക് ദിസ് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. ആഫ്റ്റർ റിഫ്രാക്ഷൻ meets on a common point on the principal axis. പ്രിൻസിപ്പൽ ആക്സിസിൽ തന്നെയുള്ള ഒരു കോമൺ പോയിന്റിലേക്ക് മീറ്റ് ചെയ്യുന്നു. ആ കോമൺ പോയിന്റിനെ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ഫോക്കസ് എഫ്. ആ കോമൺ പോയിന്റിനെ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ഫോക്കസ് എഫ്. ലൈറ്റ് റേസ് എങ്ങനെയാണ് വരുന്നത്? പാരലൽ ആയിട്ടാണ് വരുന്നത്. ലൈറ്റ് റേസ് ആർ കമ്മിങ് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്നു. ആഫ്റ്റർ റിഫ്രാക്ഷൻ ഇറ്റ് മീറ്റ് ഓർ കൺവേർജസ്, അല്ലെ? ആ വാക്കാണ് നമ്മൾ പറഞ്ഞത്. It coincides to a point on the principal axis that is called principal focus. ഇവിടെയാണെങ്കിൽ ലൈറ്റ് റേസ് ആർ കമ്മിങ് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. ആഫ്റ്റർ റിഫ്രാക്ഷൻ we feels that it diverges from a common point on the same side. This point is known as principal focus. അതേ സൈഡിൽ, ഏത് സൈഡിൽ നിന്നാണോ വരുന്നത് അതേ സൈഡിലുള്ള ഒരു കോമൺ പോയിന്റിൽ നിന്നും ഡൈവേർജ് ചെയ്ത് പോകുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു. ആ പോയിന്റിനെ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് കോൺകേവ് ലെൻസ്. റൈറ്റ്. അപ്പോൾ നമുക്കറിയാം ഒരു ലെൻസിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് തരത്തിലുള്ള രണ്ട് ഫോക്കസുകളുണ്ട്. ഒന്നാമത്തെ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഒരെണ്ണം ദാ ഇവിടെ വരും, ഒരെണ്ണം ഇവിടെ വരും. എങ്ങനെ നമുക്കതിനെ പറയാൻ പറ്റും? നമുക്ക് ഈ ഫിഗറിൽ നിന്ന് തന്നെ പറയാൻ പറ്റും. ശ്രദ്ധിക്കണം, ഫോക്കസിൽ നിന്ന് ലൈറ്റ് റേസ് പോവുകയാണെങ്കിൽ, ഞാൻ ഫസ്റ്റ് പ്രിൻസിപ്പൽ ഫോക്കസിനെ പറ്റിയാണ് പറയുന്നത്. ഫോക്കസിൽ നിന്ന് ലൈറ്റ് റേസ് ഒറിജിനേറ്റ് ചെയ്തിട്ട് പോവാണ്. ആഫ്റ്റർ റിഫ്രാക്ഷൻ ലൈറ്റ് റേസ് ആർ മൂവിങ് പാരലൽ ടു ഈച്ച് അതർ. ഇങ്ങനെ ഒരു കോമൺ പോയിന്റ്, അങ്ങനെ പറഞ്ഞു കൊടുക്കാം നമുക്ക്. ഒരു കോമൺ പോയിന്റ്, എവിടെയുള്ള കോമൺ പോയിന്റ്? പ്രിൻസിപ്പൽ ആക്സിസിലുള്ള ഒരു പോയിന്റിൽ നിന്ന് ദാ ഇവിടെ കിടക്കാം. ഇതിൽ നിന്ന് ലൈറ്റ് റേസ് വരികയാണ്. ഈ ലൈറ്റ് റേസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ പാരലൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പൽ ഫോക്കസ്. ആ പോയിന്റ് ആണ് ഫസ്റ്റ് പ്രിൻസിപ്പൽ ഫോക്കസ്.
ഇവിടുത്തെ ഒരു പോയിന്റ് ശ്രദ്ധിക്കണം, ഒരു പോയിന്റ്, ഈ പോയിന്റിൽ നിന്നും ലൈറ്റ് റേസ് വരികയാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ റിഫ്രാക്ഷൻ ഇഫ് ഇറ്റ് മൂവ്സ് പാരലൽ, ഇങ്ങനെ പാരലൽ ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്കതിനെ എന്തെന്ന് പറയാം? ദിസ് പോയിന്റ് ഈസ് നോൺ ആസ് ഫസ്റ്റ് പ്രിൻസിപ്പൽ ഫോക്കസ്. ഈ കാര്യത്തിലാണെങ്കിൽ ഒരു പോയിന്റിലേക്ക് വരും എന്ന് നമുക്ക് തോന്നുന്ന, ഒരു പോയിന്റിലേക്ക് മീറ്റ് ചെയ്യും, അപ്പിയേഴ്സ് ടു, അങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യാണ്, ആക്ച്വലി ഇല്ല, നമുക്കൊരു പോയിന്റിലേക്ക് എല്ലാം ഇങ്ങനെ വരുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ആഫ്റ്റർ പാസിങ് ത്രൂ ദ ലെൻസ് ദേ ആർ മൂവിങ് പാരലൽ ടു ഈച്ച് അതർ ഓർ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റിനെ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ഫോക്കസ് ഓർ ഫസ്റ്റ് പ്രിൻസിപ്പൽ ഫോക്കസ്. ഇനി ഈ കാണിച്ചിരിക്കുന്നത് സെക്കൻഡ് പ്രിൻസിപ്പൽ ഫോക്കസ് ആണ്. ലൈറ്റ് റേസ് വരുന്നു, കൺവേർജസ് ടു എ കോമൺ പോയിന്റ്, ദാറ്റ് ഈസ് സെക്കൻഡ് പ്രിൻസിപ്പൽ ഫോക്കസ്. സോ ഫസ്റ്റ് പ്രിൻസിപ്പൽ ഫോക്കസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ശ്രദ്ധിക്കണം, ഫസ്റ്റ് പ്രിൻസിപ്പൽ ഫോക്കസിനെ സംബന്ധിച്ചിടത്തോളം എന്താ പ്രത്യേകത? ഒരു കോമൺ പോയിന്റിൽ നിന്നും അകന്നു പോകുന്നത് പോലെയാണ് നമുക്ക് തോന്നിയത്. ഫസ്റ്റ് പ്രിൻസിപ്പൽ ഫോക്കസിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ലെൻസ് കൺസിഡർ ചെയ്യുന്നു. എന്ത് തരത്തിലുള്ള ലെൻസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? നമുക്ക് ഒരു കോൺവെക്സ് ലെൻസ് കൺസിഡർ ചെയ്തിരിക്കുന്നു. ഈ ലെൻസിന് 2 ഫോക്കസ് ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു പോയിന്റ് ശ്രദ്ധിക്കുക, ഒരു പോയിന്റ്, ഈ പോയിന്റിൽ നിന്നും ലൈറ്റ് റേസ് വരികയാണ്. ഈ വരുന്ന ലൈറ്റ് റേസ് ഒക്കെ ആഫ്റ്റർ റിഫ്രാക്ഷൻ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് പോവുകയാണെങ്കിൽ ദിസ് പോയിന്റ് ഈസ് ഫസ്റ്റ് പ്രിൻസിപ്പൽ ഫോക്കസ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫസ്റ്റ് പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. പക്ഷേ ലൈറ്റ് റേസ് ഇങ്ങനെ പാരലായിട്ട് വരുന്ന ലൈറ്റ് റേസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ അതർ സൈഡിലുള്ള ഒരു കോമൺ പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്, പ്രിൻസിപ്പൽ ആക്സിസിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ദിസ് ഈസ് സെക്കൻഡ് പ്രിൻസിപ്പൽ ഫോക്കസ് എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. ദിസ് ഈസ് സെക്കൻഡ് പ്രിൻസിപ്പൽ ഫോക്കസ്, ദിസ് ഈസ് ഫസ്റ്റ് പ്രിൻസിപ്പൽ ഫോക്കസ്. ഓക്കെ, സോ നമുക്ക് പ്രിൻസിപ്പൽ ഫോക്കസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെയും അത് തന്നെയാണ്. ഒരു പോയിന്റിലേക്ക് ഇങ്ങനെയുള്ള ഇവിടെയുള്ള ഒരു പോയിന്റിലേക്ക് ലൈറ്റ് റേസ് വരുന്ന പോലെ തോന്നുകയാണെങ്കിൽ ലൈറ്റ് റേസ് അപ്പിയേഴ്സ് ടു കം ഓൺ എ കോമൺ പോയിന്റ് ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ്, പ്രിൻസിപ്പൽ ആക്സിസിലുള്ള ഒരു പോയിന്റിലേക്ക് വരുന്ന പോലെ നമുക്ക് തോന്നുകയാണെങ്കിൽ ആഫ്റ്റർ റിഫ്രാക്ഷൻ ദ ലൈറ്റ് റേസ് ആർ മൂവിങ് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. അങ്ങനെയാണെങ്കിൽ ഏത് പോയിന്റിലേക്ക് വരുന്നതായിട്ടാണോ നമുക്ക് തോന്നുന്നത് ആ പോയിന്റിനെ നമുക്ക് ഫസ്റ്റ് പ്രിൻസിപ്പൽ ഫോക്കസ് ആയിട്ട് പറയാം. ഇനി ശ്രദ്ധിക്കുക, ഇതേപോലെയാണ് പാരലായിട്ട് വരുന്നു, ഒരു കോമൺ പോയിന്റിൽ നിന്ന് ഡൈവേർജ് ചെയ്ത് പോകുന്ന പോലെ നമുക്ക് തോന്നുന്നു. ഇതാണ് സെക്കൻഡ് പ്രിൻസിപ്പൽ ഫോക്കസ്. മനസ്സിലായി എന്ന് വിചാരിച്ചുകൊണ്ട് അടുത്ത കാര്യത്തിലേക്ക് പോകുന്നു. റിഫ്രാക്റ്റീവ് ആക്സിസ്. ഞാനിവിടെ ഇതിൽ ഡോട്ടഡ് ലൈനിൽ കാണിച്ചിരിക്കുന്ന, ഞാൻ ഒന്നുകൂടി കാണിക്കാം, ഞാനിപ്പോൾ റെഡ് കളറിൽ കാണിക്കുന്ന ഡോട്ടഡ് ലൈനിൽ കാണിക്കുന്ന ഈ ആക്സിസിനെയാണ് ഇവിടെ ഞാനത് കാണിച്ചിട്ടില്ല, ഞാനിപ്പോൾ കാണിക്കുന്നു. ഈ ആക്സിസിനെ പറയുന്ന പേരാണ് റിഫ്രാക്റ്റീവ് ആക്സിസ്. അതെന്താ പ്രത്യേകത പറഞ്ഞാൽ പ്രിൻസിപ്പൽ ആക്സിസിന് പെർപെൻഡിക്കുലറാണ്. ശരിക്കും ഇതില്ല, ഇങ്ങനെ ഒരെണ്ണം ലെൻസിൽ കാണാൻ പറ്റില്ല, നമ്മൾ എടുക്കുന്ന ഇമാജിനറി ആക്സിസ് ആണ്. ദാറ്റ്സ് വൈ വി യൂസ് ഡോട്ടഡ് ലൈൻ ഫോർ റെപ്രസെൻറ്റേഷൻ. അതുകൊണ്ടാണ് നമ്മൾ ഡോട്ടഡ് ലൈൻ ഉപയോഗിച്ച് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ആക്സിസ് ആണ്. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇവിടെ വെച്ചാണ് ലൈറ്റ് റേസ് ഡൈവേർജ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺവേർജ് ചെയ്യുന്നത്, അതിനെ നമുക്ക് എന്ത് പറയാം, റിഫ്രാക്ഷൻ സംഭവിക്കുന്നത് ഇവിടെ നിന്നാണ് എന്നാണ് നമ്മൾ ഏകദേശം എടുക്കുന്നത്, ഇമാജിൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് ഏത് പേര് വന്നത്? റിഫ്രാക്റ്റീവ് ആക്സിസ് എന്ന പേര് വന്നത്. സോ നമ്മൾ ലെൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ടേംസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒപ്റ്റിക്കൽ സെൻറ്റർ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മിഡ് പോയിന്റ് ഓഫ് ലെൻസ്. സെൻറ്റർ ഓഫ് കർവേച്ചർ, ലെൻസ് സ്ഫെറിക്കൽ സർഫസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ലെൻസ് സ്ഫിയറിൻ്റെ ഭാഗമാണ്. ആ സ്ഫിയറിൻ്റെ സെൻറ്ററിനെ പറയുന്ന പേരാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ. അതേ സ്ഫിയറിൻ്റെ റേഡിയസിനെ പറയുന്ന പേരാണ് റേഡിയൈ ഓഫ് കർവേച്ചർ. പ്രിൻസിപ്പൽ ആക്സിസ്, 2 സെൻറ്റർ ഓഫ് കർവേച്ചറും ഒപ്റ്റിക് സെൻറ്ററും കൂടി ചേർത്ത് വരയ്ക്കുന്ന ഒരു ലൈനിനെ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ഫോക്കസ് കൺവേർജ് ചെയ്തിട്ട് ഒരു കോമൺ പോയിന്റിലേക്ക് വരുന്നു, ഡൈവേർജ് ചെയ്ത് ഒരു കോമൺ പോയിന്റിൽ നിന്ന് പോകുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ആ പോയിന്റിനെ പറയുന്ന പേരാണ്, പ്രിൻസിപ്പൽ ആക്സിസിലുള്ള ആ പോയിന്റിനെ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ഫോക്കസ്.
ഫസ്റ്റ് പ്രിൻസിപ്പൽ ഫോക്കസും ഉണ്ട്, സെക്കൻഡ് പ്രിൻസിപ്പൽ ഫോക്കസും ഉണ്ട്. ആധികാരികമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. റിഫ്രാക്റ്റീവ് ആക്സിസ്, പ്രിൻസിപ്പൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒപ്റ്റിക് സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ഒരു ആക്സിസിനെ പറയുന്ന പേരാണ് റിഫ്രാക്റ്റീവ് ആക്സിസ്. അവിടെ നിന്നാണ് റിഫ്രാക്ഷൻ ആരംഭിക്കുന്നത് എന്നാണ് നമ്മൾ ഇതുവരെ എടുത്തിരിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് എടുക്കാറുള്ളത് ഇവിടെ നിന്ന് റിഫ്രാക്ഷൻ സംഭവിക്കുന്നു എന്നാണ് നമ്മൾ എടുക്കാറ്. ഇതാണ് some definitions related to lens.